ഹായ് ഓൾ, ഇന്ന് ഞാൻ ഉണ്ടാക്കണത് എന്താണെന്നറിയോ? നത്തോലി അച്ചാർ. എന്താ വീട്ടിൽ കറി എന്ന് ചോദിച്ചാൽ നത്തോലി പൊരി, നത്തോലി കറി, നത്തോലി തോരൻ, ഫുള്ളിപ്പോൾ നത്തോലിയാണ്. പൈതപ്പൈ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അതാണല്ലോ, മത്തിയൊക്കെ ഇപ്പോൾ കിങ്ങാണ്. അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞ അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, വെള്ള ചീരകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ചെയ്യുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനൊരു കണക്കൊന്നുമില്ല കേട്ടോ. കുറേ ഒഴിച്ച് കൊടുത്തേക്കണേ. പിന്നെ കടുകിട്ട് ചടപടാ പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഇപ്പോൾ ഒരു കണക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ അതാണ് അതിൻ്റെ കണക്ക്. പിന്നെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ള കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി മുളക് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ കീറി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ പീസാക്കിയിട്ടില്ല, അങ്ങനെ കീറി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതാകുമ്പോൾ ഒരു പാകത്തിനുള്ള എരിവാവും. മറ്റേ കാന്താരി ആകുമ്പോൾ നല്ല എരിവും. പിന്നെ പച്ചമുളക് അരിഞ്ഞിടുമ്പോൾ അതും എരിവാവും. അപ്പോൾ ഇതാകുമ്പോൾ ടേസ്റ്റി ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇട്ടത്. പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി, ഇത് ഞാനൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്ക് വല്ലാണ്ട് എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് മുളകും പൊടി ഇട്ട് പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ, കരിഞ്ഞു പോകേണ്ട, ഫ്ലേവർ മാറിപ്പോവും. പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മിക്സ് ആയതിന് ശേഷം കരിഞ്ഞു ടേസ്റ്റ് മാറും കേട്ടോ. പിന്നെ ഇട്ടതിന് ശേഷം പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. കല്ലുപ്പാണല്ലോ നല്ലതല്ലേ അച്ചാർക്കൊക്കെ. പിന്നെ സുറുക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിനൊന്നൊരു അളവൊന്നുമില്ല ഗൈസ്. സുറുക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ, കാരണം ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ വിമാനം കയറി പോകാനുള്ളതായതുകൊണ്ട് ലീക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ സുറുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പാക്ക് ചെയ്യുമ്പോഴൊക്കെ അവിടെ എത്തുമ്പോഴത്തേന് ലീക്കാവും. അപ്പോൾ പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നത്തോലി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയാൻ കഴിയുന്നില്ല ഗൈസ്, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ അച്ചാറെന്ന് പറഞ്ഞാൽ എല്ലാം കറിയും എല്ലാം എടുത്തതിന് ശേഷമല്ലേ നമ്മളെല്ലാ അച്ചാറും കഴിക്കുക. പക്ഷേ ബീഫ്, മീൻ, അച്ചാറൊക്കെ അത് മാത്രം മതി ചോറിനാൻ. മറ്റേ അച്ചാറെന്ന് പറഞ്ഞാൽ ചോറിൻ്റെയും കറിൻ്റെയും കൂടെ ഒരു സൈഡായിട്ട് കഴിക്കാനുള്ളതാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ അടിപൊളി, എൻ്റെ അമ്മായി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമൻറ്റിൽ കമൻ്റായിട്ട് എഴുതിക്കൊണ്ട്